Hello students, +1 മാത്തമാറ്റിക്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. വാല്യൂസ് ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആൻഡ് സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഇൻ ഡിഫറെൻറ്റ് ക്വാഡ്രൻസ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൺസിഡർ എ യൂണിറ്റ് സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ദ ഒറിജിൻ. യൂണിറ്റ് സർക്കിൾ മീൻസ് റേഡിയസ് ഈക്വൽ ടു 1 യൂണിറ്റ്. P any point on the circle. സർക്കിളിലെ ഒരു ആർബിട്രറി പോയിന്റ് ആയിട്ട് P യെ കൺസിഡർ ചെയ്യുക. കൺസിഡർ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ദാറ്റ് മീൻസ് പിയിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് പർപെൻഡിക്കുലർ വരക്കുക. പർപെൻഡിക്കുലർ വരച്ചത് കൊണ്ട് തന്നെ ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. ഒ പി ജോയിൻ ചെയ്താൽ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടും. ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ഒ പി ആണ്. ഒ പി റേഡിയസ് ആയതുകൊണ്ട് ലെങ്ത് ഓഫ് ഒ പി ഈക്വൽ ടു 1 യൂണിറ്റ് ആണ്. അപ്പോൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് 1 യൂണിറ്റ് ആയിട്ട് കിട്ടുന്നു. പിയുടെ കോർഡിനേറ്റ്സ് എന്താണ്? പിയുടെ എക്സ് കോർഡിനേറ്റ് ഒയിൽ നിന്നും എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, ഒ എം. ദെൻ വൈ കോർഡിനേറ്റ് എന്താണ്? ഒയിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അത് ഏതിന് സെയിം ആണ്? എമ്മിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസിന് സെയിം ആണ്. ദാറ്റ് മീൻസ് പി ഈക്വൽ ടു ഓർഡേർഡ് പെയർ ഒ എം കോമ പി എം. ഒ എം ലെങ്ത് എക്സ് കോർഡിനേറ്റ് ആണ്, പി എം ലെങ്ത് വൈ കോർഡിനേറ്റ് ആണ്. പി ഈക്വൽ ടു ഒ എം പി എം ആണ് കിട്ടുന്നത്. Then consider central angle as theta, that is angle AOP equal to theta. ഈ ആർക്കിന്റെ ലെങ്ത് തീറ്റ ആയിരിക്കും. What is cos theta? Cos theta equal to adjacent side by hypotenuse. What is adjacent side of theta? OM divided by hypotenuse OP. That is OM divided by OP ആണ് cos theta വരുന്നത്. OP എന്താണ്? 1 യൂണിറ്റ് ആണ്. റേഡിയസ് ആയതുകൊണ്ട് OP equal to 1 യൂണിറ്റ്. Hence OM divided by 1 equal to OM. What is OM? P എന്ന് പറഞ്ഞ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് OM. ഇവിടെ P equal to OM എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോ കോസ് തീറ്റ ഈസ് എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് പി. അതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട്. പി ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. അപ്പോൾ പിയുടെ എക്സ് കോർഡിനേറ്റ് കോസ് തീറ്റയാണ്. ഇത് യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. നെക്സ്റ്റ് സൈൻ തീറ്റ എന്താണെന്ന് നോക്കാം. Sin theta equal to opposite side by hypotenuse. What is opposite side of theta? PM divided by hypotenuse is OP. Hypotenuse OP equal to 1 unit. Hence, we get sin theta equal to PM. What is PM? PM is y coordinate of the point P. Hence, sin theta is y coordinate of P. ഈ തീറ്റ 36 ഡിഗ്രി ആണ്. ഇവിടെ 0.81 അതാണ് എക്സ് കോർഡിനേറ്റ് വരുന്നത്. ഇത് 0.81 OM ആണ്, അതായത് എക്സ് ഡിസ്റ്റൻസ്. 0.59 PM ആണ്, അത് വൈ കോർഡിനേറ്റ് ആണ്. ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഒരു സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല, യൂണിറ്റ് സർക്കിളിലെ
പോയിന്റ് കൺസിഡർ ചെയ്താൽ എക്സ് കോർഡിനേറ്റ് ഈസ് കോസ് തീറ്റ, വൈ കോർഡിനേറ്റ് ഈസ് സൈൻ തീറ്റ. തീറ്റ ആംഗിൾ AOP. That is the result we obtained from this unit circle. Next, consider angle as 0. Zero angle. Angle 0 degree. Angle 0 degree means ഈ ലൈന് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഇപ്പോൾ പറഞ്ഞു കോസ് തീറ്റ ഈസ് എക്സ് കോർഡിനേറ്റ് പറഞ്ഞു, സൈൻ തീറ്റ വൈ കോർഡിനേറ്റ് ആണ്. ഇവിടുത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 1. വൈ കോർഡിനേറ്റ് ഇല്ല, വൈ ഡിസ്റ്റൻസ് ഇല്ലല്ലോ, അപ്പൊ y 0. ദാറ്റ് മീൻസ് ഇവിടുത്തെ പോയിന്റ് എന്താണ്? ഓർഡേർഡ് പെയർ 1 0 ആണ്. Hence we get cos 0 equal to 1, sin 0 equal to 0. Next തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. 30 ഡിഗ്രി ആകുമ്പോൾ cos 30 is 0.87, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 2 ഡെസിമൽ പ്ലേസിൽ. sin 30 is 0.5, that is 1/2. നെക്സ്റ്റ് നമുക്ക് 90 ഡിഗ്രി നോക്കാം. 90 ഡിഗ്രി മീൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. 90 ഡിഗ്രി തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ദാറ്റ് മീൻസ് cos 90 ഈസ് എക്സ് കോർഡിനേറ്റ്. വാട്ട് ഈസ് എക്സ് കോർഡിനേറ്റ്? 0. sin 90 ഈസ് വൈ കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് എന്താണ്? 1 ആണ്. Therefore cos 90 ഈക്വൽ ടു 0, sin 90 ഈക്വൽ ടു 1. നെക്സ്റ്റ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഫസ്റ്റ് കോർഡിനേറ്റിൽ സൈൻ തീറ്റയും കോസ് തീറ്റയും പോസിറ്റീവ് ആണ്. ഇവിടെ നെഗറ്റീവ് വാല്യൂ പീക്ക് വരുന്നേ ഇല്ല. ദാറ്റ് മീൻസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് സൈൻ തീറ്റയും കോസ് തീറ്റയും പോസിറ്റീവ് ആണ്. നെക്സ്റ്റ് കൺസിഡർ സെക്കൻഡ് ക്വാഡ്രന്റ്. 90 ഡിഗ്രി കഴിഞ്ഞാലാണ് സെക്കൻഡ് ക്വാഡ്രന്റ് ആകുക. അപ്പൊ 0 മുതൽ 90 ഡിഗ്രി വരെ ഫസ്റ്റ് ക്വാഡ്രന്റ്. 4 ക്വാഡ്രന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, 90 to 180 സെക്കൻഡ് ക്വാഡ്രന്റ്, 180 to 270 തേർഡ് ക്വാഡ്രന്റ്, 270 to 360 ഫോർത്ത് ക്വാഡ്രന്റ്. നെക്സ്റ്റ് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് കോസ് തീറ്റയാണ്, വൈ കോർഡിനേറ്റ് സൈൻ തീറ്റയാണ്. കോസ് കംപ്ലീറ്റ് നെഗറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് ഫസ്റ്റ് വാല്യൂ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് 0.81, 0.91 നെഗറ്റീവ് ആണ്. കോസ് തീറ്റ ഈസ് നെഗറ്റീവ് ബട്ട് സൈൻ തീറ്റ ഈസ് പോസിറ്റീവ്. ആംഗിൾ π/2നും പൈക്കും ഇടയിലാണെങ്കിൽ ദാറ്റ് മീൻസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് കൊസൈൻ ഈസ് നെഗറ്റീവ് ആൻഡ് സൈൻ ഈസ് പോസിറ്റീവ്. ദെൻ വാട്ട് ഈസ് 180 ഡിഗ്രിയിൽ എന്താ വരിക? 180 ഡിഗ്രിയിൽ P becomes -1 0. -1 ആയതുകൊണ്ട് cos 180 equal to -1. sin 180 equal to 0. നെക്സ്റ്റ് തേർഡ് ക്വാഡ്രന്റിലേക്ക് നമ്മുടെ ആംഗിൾ പോവുകയാണ്. ദെൻ ഫസ്റ്റ് നമ്പർ നെഗറ്റീവ് ആണ്, സെക്കൻഡ് നമ്പർ നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് കോസ് തീറ്റയും നെഗറ്റീവ് ആണ്, സൈൻ തീറ്റയും നെഗറ്റീവ് ആണ്. ഇൻ ദ തേർഡ് ക്വാഡ്രന്റ് കോസ് തീറ്റയും സൈൻ തീറ്റയും നെഗറ്റീവ് ആണ്. നെക്സ്റ്റ് 3π/2 ദാറ്റ് ഈസ് 270 ആംഗിൾ ആകുമ്പോൾ ഇവിടെ മീറ്റ് ചെയ്തു. ഹെൻസ് കോർഡിനേറ്റ് എന്താണ്? പിയുടെ 0 -1. 0 -1. Hence cos 3π/2 that is 270 equal to 0. Sin 3π/2 equal to
-1 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് 270 ഡിഗ്രി ദാറ്റ് ഈസ് 3π/2 കഴിഞ്ഞാൽ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആണ്, ബട്ട് സൈൻ ഈസ് നെഗറ്റീവ്. ഹെൻസ് കോസ് പോസിറ്റീവ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ്, സൈൻ നെഗറ്റീവ്. ദെൻ അവിടെ എത്തി 360 ഡിഗ്രി ആകും. 360 ഡിഗ്രി ആകുമ്പോൾ 1 That means cos 360 equal to 1, sin 360 equal to 0. That means unit circle consider ചെയ്താൽ സർക്കിളിലെ പോയിന്റിന്റെ x കോർഡിനേറ്റ് cos തീറ്റ ആയിരിക്കും, y കോർഡിനേറ്റ് sin തീറ്റയാണ്. തീറ്റ സെൻട്രൽ ആംഗിൾ ആണ്. ആ ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് കിട്ടിയ റിസൾട്ട്, ഒരു പ്ലെയിനിൽ എക്സ് വൈ ആക്സിസ് 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന 0 to π/2, 90 ഡിഗ്രി ഫസ്റ്റ് ക്വാഡ്രന്റ്, 90 to 180 ഡിഗ്രി സെക്കൻഡ് ക്വാഡ്രന്റ്, 180 to 270 തേർഡ് ക്വാഡ്രന്റ്, 270 to 360 ഫോർത്ത് ക്വാഡ്രന്റ്. സൈൻ 0 ഇവിടെ ആയിരിക്കും. ദാറ്റ് മീൻസ് 1 0 ആണ്, സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്. എക്സ് കോർഡിനേറ്റ് കോസ് തീറ്റയാണ്, വൈ കോർഡിനേറ്റ് സൈൻ തീറ്റയാണ്. സൈൻ 90 0 1 ആയതുകൊണ്ട് സൈൻ 90 ഈക്വൽ ടു 1, കോസ് 90 ഈക്വൽ ടു 0. ഹിയർ 180 ഡിഗ്രി ആയതുകൊണ്ട് കോസ് 180 ഈക്വൽ ടു -1, sin 180 equal to 0. 270 degree, that means 3π/2 will cos 0, sin -1. ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈൻ തീറ്റയും കോസ് തീറ്റയും പോസിറ്റീവ് ആണ്. ഇവിടെ എക്സ് നെഗറ്റീവ് ആണ്, പക്ഷെ വൈ പോസിറ്റീവ് അല്ലേ, അതുകൊണ്ട് കോസ് നെഗറ്റീവ് ആണ്, സൈൻ പോസിറ്റീവ് ആണ്. ഹിയർ സൈൻ തീറ്റയും കോസ് തീറ്റയും നെഗറ്റീവ് ആണ്. ഇവിടെ എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് കോസ് തീറ്റ പോസിറ്റീവ്, ബട്ട് സൈൻ തീറ്റ ഈസ് നെഗറ്റീവ്. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. കൺസിഡർ യൂണിറ്റ് സർക്കിൾ വിത്ത് സെന്റർ ഒറിജിൻ P, any point on the circle. Consider right angled triangle MOP. Angle AOP equal to x radian. ഈ ആർക്കിന്റെ ലെങ്ത് x ആയിരിക്കും. Then what is P? P x കോർഡിനേറ്റ് OM ആണ്, y കോർഡിനേറ്റ് PM ആണ്. Then cos x equal to adjacent side by hypotenuse, that is OM divided by OP. യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് OP equal to 1 ആണ്, hence equal to OM. What is OM? A എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റ് ആണല്ലോ, equal to x കോർഡിനേറ്റ് of P. That is cos x is x കോർഡിനേറ്റ് of P. ഇനി sin x എന്താണെന്ന് നോക്കാം. What is sin x? Opposite side by hypotenuse, that is PM divided by OP. OP equal to 1 യൂണിറ്റ് ആണ്, hence equal to PM. PM എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് ഓഫ് P. Hence sin x is y കോർഡിനേറ്റ് ഓഫ് P, cos x is x കോർഡിനേറ്റ് ഓഫ് P. Hence P equal to cos x ordered pair cos x sin x. ഇതൊരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. യൂണിറ്റ് സർക്കിളിന്റെ കേസിൽ x കോർഡിനേറ്റ് ഈസ് cos x and y കോർഡിനേറ്റ് ഈസ് sin x, where x is the central angle. ഇതിൽ നിന്നും നമുക്ക് വാല്യൂസ് ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാം.
10ാം ക്ലാസ്സിൽ പഠിച്ചതാണ് 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയുടെ ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെ വാല്യൂസ്. സൈൻ 0 ആണ്. 90 ഡിഗ്രി ആകുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരും. ദാറ്റ് മീൻസ് പി എന്ന് പറഞ്ഞ പോയിന്റ് 0,1 ആണ്. അതുകൊണ്ട് പി എന്ന് പറഞ്ഞ പോയിന്റ് 0,1 ആയതുകൊണ്ട് കോസ് 90 0 ആണ്, സൈൻ 90 1 ആണ്. ഹെൻസ് 30 ഡിഗ്രിയിൽ സൈൻ 30 1/2, കോസ് 30 √3/2. 45 ഡിഗ്രിയിൽ സൈൻ തീറ്റയും കോസ് തീറ്റയും 1/√2 ആണ്. 60 ഡിഗ്രി ആവുമ്പോൾ 30 ഡിഗ്രിന്റെ നേരെ റിവേഴ്സ് ആയിട്ട് വരും. കോസ് 60 1/2 ആകും, സൈൻ 60 √3/2 ആകും. അപ്പൊ 30 ഡിഗ്രി സൈൻ 1/2, കോസ് 60 1/2, സൈൻ 60 √3/2, cos 30 √3/2. 45 same. Here 0 1, here 1 0. Next tan theta means sin theta by cos theta. 0/1 equal to 0. Sin theta cos theta പഠിച്ച ബാക്കിയൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്യാം. tan theta sin theta by cos theta ആണ്. 0/1 equal to 0. 1/2 divided by √3/2. Divide by 2 കട്ട് ചെയ്താൽ 1/√3. 1/√2 divided by 1/√2 1. √3/2 by 1/2. 1/2 കട്ട് ചെയ്താൽ √3 വരും. tan theta ഇതാണെങ്കിൽ cos theta നമുക്ക് പെട്ടെന്ന് പറയാം. ഇതിന്റെ റെസിപ്രോക്കൽ ആണ്. 0 ആയതുകൊണ്ട് നോട്ട് ഡിഫൈൻഡ്. ഇവിടെ 1/√3 30 ഡിഗ്രി, 60 ഡിഗ്രിക്ക് 1/√3. 60 ഡിഗ്രിക്ക് tan theta √3, 30 ഡിഗ്രിക്ക് cos theta √3. 45 രണ്ടും 1 ആണ്. 45 രണ്ടും വാല്യൂ 1 ആണ്. ഇവിടെ 1/√3, പിന്നെ നേരെ ഇവിടെ 1/√3. ഹിയർ √3, ഹിയർ √3. നെക്സ്റ്റ് കൊസീക്ക് സൈനിന്റെ റെസിപ്രോക്കൽ ആണ്. 1/0 നോട്ട് ഡിഫൈൻഡ്. 1/2 റെസിപ്രോക്കൽ 2. 1/√2 റെസിപ്രോക്കൽ √2. √3/2 റെസിപ്രോക്കൽ 2/√3. cos തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് sec തീറ്റ. 1 ആയതുകൊണ്ട് 1/1 1. √3/2 റെസിപ്രോക്കൽ 2/√3. 1/√2 √2. 1/2 2. ഇതും കൊസീക്കും സീക്കും ഇതേ വില വരിക. ഇത് 2 ആണെങ്കിൽ ഇവിടെ 2, ഇവിടെ 2/√3 ആണെങ്കിൽ ഇവിടെ 2/√3, ഇവിടെ സെയിം ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചതാണ്. ഈ ആംഗിളിനെ നമുക്ക് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് 0 to 360 ആംഗിൾസിലേക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഈ ടേബിൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇതെല്ലാ ഹയർ സ്റ്റഡീസിനും ഒക്കെ ആവശ്യമുള്ള ഒരു ടേബിൾ ആണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞതാണ്. ഡിഗ്രി മെഷറിനെ നമുക്ക് റേഡിയൻ മെഷറിലേക്ക് മാറ്റാം. 30 π/6, 45 π/4, 60 π/3, 90 π/2, 180 π, ഹിയർ 270 ആൻഡ് ഹിയർ 360. ഇത് ഒക്കെ സ്റ്റാൻഡേർഡ് ആംഗിൾസ് ആണ്. ഇതിന്റെ ഒക്കെ വൃത്തിൽ പഠിക്കുക. ഇത്രയും നമ്മൾ 90 ഡിഗ്രി വരെ പഠിച്ചതാണ്. പൈ മീൻസ് സെയിം ആസ് 0 ഡിഗ്രി ബട്ട് നെഗറ്റീവ് ആയിരിക്കും. സൈൻ 0 0 ആണ്, സൈൻ പൈ 0 ആണ്, കോസ് പൈ നെഗറ്റീവ് 1 ആണ്. 3 π/2 നെഗറ്റീവ് ആയിരിക്കും. സൈൻ നെഗറ്റീവ് ആണ്, കോസ് 0 ആയിരിക്കും. സൈൻ 360 0 ആണ്, കോസ് 360 1 ആണ്. 360 that is 2π is same as 0 ഡിഗ്രി. നെക്സ്റ്റ് ഇതിന്റെ ഒക്കെ റെസിപ്രോക്കൽ എടുത്തിട്ട് കൊസീക്കും സീക്കും കോട്ടും. ഈ ടേബിള് ഈ 6 ട്രിഗണോമെട്രിക് ഫങ്ഷൻസിന്റെയും വാല്യൂ ക്ലിയർ ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്.
We can find sines of trigonometric functions in different quadrants. 4 quadrant ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ 4 quadrantലും സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും സൈൻ മനസ്സിലാക്കിയാൽ ബാക്കിയുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെത് അതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാം. നമ്മൾ മനസ്സിലാക്കിയതാണ് സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും സൈൻ. ഫസ്റ്റ് ക്വാഡ്രന്റില് രണ്ടും പോസിറ്റീവ് ആയിരുന്നു. സെക്കൻഡ് ക്വാഡ്രന്റില് സൈൻ പോസിറ്റീവ് ആണ്, ബട്ട് കോസ് നെഗറ്റീവ് ആയിരുന്നു. എക്സ് കോർഡിനേറ്റ് ആണ് കോസ്. അപ്പോ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത് കൊണ്ട് കോസ് നെഗറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റില് സൈനും കോസും നെഗറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റില് സൈൻ നെഗറ്റീവ്, കോസ് പോസിറ്റീവ്. ഇത് നമ്മൾ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. നെക്സ്റ്റ് ടാൻ എങ്ങനെ കിട്ടുക? സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പൊ പോസിറ്റീവ് ബൈ പോസിറ്റീവ് പോസിറ്റീവ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ടാൻ പോസിറ്റീവ്. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ടും ടാൻ പോസിറ്റീവ്. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഉള്ള സെക്കൻഡ് ഫോർത്ത് ക്വാഡ്രന്റിൽ ടാൻ നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ പോസിറ്റീവ് എന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈൻ എല്ലാം പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റില് സൈനും അതിന്റെ റെസിപ്രോക്കലായ കൊസീക്കും പോസിറ്റീവ്. സൈനും കൊസീക്കും പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റില് ടാനും കോട്ടും പോസിറ്റീവ്. റിമൈനിങ്സ് ഓൾ ആർ നെഗറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റില് കോസും സീക്കും പോസിറ്റീവ്. അങ്ങനെ പഠിക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റ് ഓൾ ആർ പോസിറ്റീവ്. ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും റെസിപ്രോക്കലായ കൊസീക്കും പോസിറ്റീവ്. ബാക്കിയൊക്കെ നെഗറ്റീവ്. ഇവിടെ സൈൻ ആണെങ്കിൽ ഇവിടെ ടാൻ ആണ്. ടാനും കോട്ടും പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവ്. ഇവിടെ കോസും സീക്കും പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവ്. പ്രോബ്ലം ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ളതാണ്. എല്ലാം പോസിറ്റീവ് ഫസ്റ്റ് ക്വാഡ്രന്റില്. പിന്നെ സൈന് ടാന് കോസ് ഓർത്തു വെച്ചാൽ മതി. സൈനും കൊസീക്കും, ടാനും കോട്ടും, കോസും സീക്കും പോസിറ്റീവ്. നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം cos x equal to -3/5. X lies in the third quadrant. Find the values of other 5 trigonometric function. That means cos x ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള 5 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. Consider a right angled triangle. This one is angle x. Then what is cos x? Cos x is adjacent side by hypotenuse. That is adjacent side is BC divided by AC. BC by AC given -3/5. നെഗറ്റീവ് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ നമ്മൾക്ക് കിട്ടും BC equal to 3, AC equal to 5. BC 3 കിട്ടി, AC 5 കിട്ടി. അപ്പൊ ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണോ തരുന്നത് അതിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ 2 സൈഡ് കിട്ടും. ഏതെങ്കിലും 2 സൈഡ് കിട്ടും. മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം യൂസ് ചെയ്യുക. പൈതഗോറസ് തിയറം എന്താണ്? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ദാറ്റ് ഈസ് AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. തന്ന 2 ലെങ്ത് അപ്ലൈ ചെയ്യാം, BCയും ACയും. അപ്പൊ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മൂന്നാമത്തെ സൈഡ് AB ആണ്. ഫ്രം ദിസ് വാട്ട് ഈസ് AB സ്ക്വയർ? AC സ്ക്വയർ. BC സ്ക്വയർ ഈ സൈഡിലേക്ക് എടുത്താൽ -BC സ്ക്വയർ. ഹെൻസ് AB സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ -BC സ്ക്വയർ. ഹൈപ്പോട്ടനസിന്റെ സ്ക്വയറിൽ നിന്നും ആ തന്ന സൈഡിന്റെ സ്ക്വയർ മൈനസ് ചെയ്യാം. AC 5, BC 3.
5 square minus 3 square. 25 minus 9 equal to 16. AB square equal to 16. Hence AB equal to 4. നമ്മളിപ്പോൾ ചെയ്തത് cos x minus 3/5 എന്ന് തന്നതുകൊണ്ട് cos x ന്റെ ഡെഫിനിഷനിൽ നിന്നും adjacent side BC equal to 3 എന്നും hypotenuse AC equal to 5 എന്നും കിട്ടി. പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് അൺനോൺ സൈഡ് എ ബിയും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ 3 സൈഡും നമുക്കിപ്പോൾ കിട്ടി. ബി സി 3 ആണ്, എ ബി 4 ആണ്, എ സി 5 ആണ്. ട്രിഗണോമെട്രി ഫംഗ്ഷൻ തന്നാൽ ആദ്യം റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ 3 സൈഡും കണ്ടുപിടിക്കുക പൈതഗോറസ് തിയറം യൂസ് ചെയ്ത്. നെക്സ്റ്റ് സൈൻ എക്സ്. 6 ട്രിഗണോമെട്രി ഫംഗ്ഷന്റെയും ഡെഫിനിഷൻ നമുക്കറിയാം. ആ ഡെഫിനിഷൻ യൂസ് ചെയ്ത് എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാം. സൈൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് 4/5. നെക്സ്റ്റ് ടാൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഈക്വൽ ടു 4/3. നെക്സ്റ്റ് കൊസീക് എക്സ് ഈക്വൽ ടു 1/sin x ആണ്. ദാറ്റ് മീൻസ് 4/5ന്റെ റെസിപ്രോക്കൽ കണ്ടാൽ മതി. സൈൻ എക്സിന്റെ വാല്യൂ റെസിപ്രോക്കൽ ആയിട്ട് എഴുതിയാൽ മതി. അപ്പൊ 5/4 കിട്ടും. സീക്ക് എക്സ് കോസ് എക്സിന്റെ വാല്യൂ റെസിപ്രോക്കൽ കണ്ടുപിടിച്ചാൽ മതി. 3/5 ആണ് കോസ് എക്സ്. ഹെൻസ് സീക്ക് എക്സ് ഈക്വൽ ടു 5/3. കോട്ട് എക്സ് ഈക്വൽ ടു ടാൻ എക്സിന്റെ റെസിപ്രോക്കൽ 3/4. ഇത് എക്സ് ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിന്റെ സൈന് 6 ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനും കൊടുക്കണം. സിൻസ് എക്സ് ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്താണ്? ടാൻ എക്സും കോട്ട് എക്സും പോസിറ്റീവ് ആണ്, ബാക്കി എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷൻസും നെഗറ്റീവ് ആണ്. ഹെൻസ് സൈൻ എക്സ് നെഗറ്റീവ് ആണ്. നമുക്ക് കിട്ടിയ വാല്യൂ 4/5 ആണ്. Hence sin x equal to negative 4/5. Cosec x equal to negative 5/4. Cos x minus 3/5. Sec x minus 5/3. Tan x 4/3 positive ആണ്. Cot x positive ആണ് 3/4. Hence 6 trigonometry functions ഇന്റെയും വാല്യൂ കിട്ടി. ടാൻ എക്സും കോട്ട് എക്സും പോസിറ്റീവ് ആണ്, ബാക്കിയുള്ള 4ഉം നെഗറ്റീവ് ആണ്. ഈ ടൈപ്പ് പ്രോബ്ലം വന്നാൽ ആദ്യം 2 സൈഡിന്റെ ലെങ്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. മൂന്നാമത്തെ സൈഡ് പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. 3 സൈഡും കിട്ടിയാൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ആ ഡെഫിനിഷൻ യൂസ് ചെയ്താൽ എല്ലാ വാല്യൂസും കിട്ടും. ക്വാഡ്രന്റ് അനുസരിച്ച് സൈൻ കൊടുക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും പോസിറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കും പോസിറ്റീവ്. ആ ഒരു നോളജും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Thank you.